ഇന്ത്യ വിരുദ്ധത തിരിച്ചടിയായി തുടങ്ങിയതോടെ നിലപാടുകളിൽ മലക്കം മറിഞ്ഞ് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. രാജ്യത്തിനകത്തും പുറത്തും ഉയരുന്ന എതിർപ്പുകളാണ് ചൈന ആഭിമുഖ്യത്തിന് പേരുകേട്ട മൊയ്സുവിനെ മാറി ചിന്തിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. ഇന്ത്യൻ പട്ടാളത്തിന്റെ സാന്നിധ്യം മുഴുവനായും മാലിദ്വീപിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് മൊയ്സു അധികാരത്തിൽ വന്നത് തന്നെ. ചൈനീസ് പിന്തുണയുള്ള മൊയ്സു തുടക്കം മുതലേ ഇന്ത്യ വിരുദ്ധ നിലപാടുകളായിരുന്നു മുന്നോട്ട് വച്ചിരുന്നത്. ഇന്ത്യയുമായി ഊഷ്മളമായ ബന്ധം പുലർത്തിയിരുന്ന രാജ്യത്തിന്റെ പതിറ്റാണ്ടുകൾ നീളുന്ന ബന്ധമാണ് മുഹമ്മദ് മൊയ്സു അറുത്തുമാറ്റാൻ നോക്കുന്നത്. ഇതിന് രാജ്യത്തെ ജനങ്ങളുടെയോ പ്രതിപക്ഷ പാർട്ടികളുടെയോ കാര്യമായ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുമില്ല. എങ്കിലും മാലിദ്വീപിന്റെ പരമാധികാരം മാനിക്കുന്ന നിലപാടാണ് വിഷയത്തിൽ ഇന്ത്യ എടുത്തത്. സൈനികരെ പിൻവലിച്ച് പകരം സാങ്കേതിക വിദഗ്ധരെ നിയോഗിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അബദ്ധം മനസ്സിലാക്കി അയഞ്ഞ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം. എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ നല്ലതിനല്ലെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ സമ്മർദ്ദവും നല്ല അയൽക്കാരനെ വെറുപ്പിക്കുന്നതിൽ ജനങ്ങൾക്കുള്ള പ്രതിഷേധവുമാകാം മൊയ്സുവിനെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിലൂടെ അധികാരത്തിൽ വന്ന മൊയ്സു അധികാരമേറ്റതിനു ശേഷം സന്ദർശനം നടത്തിയത് ഡൽഹിയിലായിരുന്നില്ല, ചൈനയിലായിരുന്നു. ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച അദ്ദേഹം ഹോങ്കോങ്ങിലും തായ്വാനിലും ഭൂട്ടാനിലും ചൈന നടത്തിയ കടന്നുകയറ്റങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ആ രാജ്യങ്ങളുടെ ഗതി തന്നെയാകും ഭാവിയിൽ തങ്ങളെയും കാത്തിരിക്കുന്നതെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാകും ഇന്ത്യ പുറത്തേക്ക് എന്ന മുദ്രാവാക്യം മുഴക്കി അധികാരത്തിലേറിയ മൊയ്സുവിന് താൻ ആരെയും ശത്രുപക്ഷത്ത് കാണുന്നില്ലെന്ന് പറയേണ്ടി വരുന്നത്. ചൈനയ്ക്കും ഇന്ത്യക്കും പ്രിയങ്കരനായ മുൻ പ്രസിഡന്റ് അബ്ദുല്ല യാമീൻ മൊയ്സുവിന്റെ നിലപാടിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. നരേന്ദ്രമോദിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച മന്ത്രിമാർ ഇന്ത്യയുമായുള്ള ബന്ധത്തിന് കളങ്കമായിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാലിയിലെ JP പാർട്ടിയുടെ നേതാവ് ഖാസിം ഇബ്രാഹിം പറഞ്ഞത് മൊയ്സു മോദിയോട് നിരുപാധികം മാപ്പിരക്കണം എന്നാണ്. അടുത്തിടെ ചികിത്സ ലഭിക്കാതെ മാലിദ്വീപിൽ ഒരു കുട്ടി മരിച്ചിരുന്നു. വൈദ്യസഹായത്തിനായി അടിയന്തരമായി കുട്ടിയെ ചികിത്സാ കേന്ദ്രത്തിൽ എത്തിക്കുവാൻ ഇന്ത്യൻ വിമാനം എയർലിഫ്റ്റിന് സന്നദ്ധത അറിയിച്ചിരുന്നുവെങ്കിലും വിമാനമിറക്കാൻ മാലിദ്വീപ് അനുമതി നൽകിയില്ല. ഇതേ തുടർന്ന് കുട്ടി മരിക്കുകയും സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. 77 ഇന്ത്യൻ പട്ടാളക്കാരും 12 ആതുര സേവകരും ഇന്ത്യ മാലിദ്വീപിന് നൽകിയിട്ടുണ്ട്. കൂടാതെ 2 ഹെലികോപ്റ്ററുകളും ഒരു ഡ്രോണിയർ വിമാനവും മാലിദ്വീപിന് നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കാണ് മാലിദ്വീപ് പട്ടാളത്തിന് ഈ സഹായങ്ങൾ ഇന്ത്യ നൽകിയത്. ഇത് പിൻവലിച്ചാലുള്ള ദോഷം മാലിദ്വീപിന് തന്നെയാണ്. ഇന്ത്യയെ പിണക്കിയാൽ മാലിദ്വീപിന് ഏറ്റവും വരുമാനം ലഭിക്കുന്ന ടൂറിസം മേഖലയും അത് കാര്യമായി ബാധിക്കും. താമസിച്ചാണെങ്കിലും മൊയ്സുവും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്.